സ്ഥലം KPCC ആസ്ഥാനം. സമയം 10:05. കെ സുധാകരൻ മൈക്കിന് മുന്നിലേക്കെത്തി. എഴുതിക്കൊണ്ടുവന്ന കടലാസ് നോക്കി 16 മിനിറ്റോളം നീണ്ട വീരവാദം. പ്രസംഗത്തിന്റെ മുക്കാൽ ഭാഗത്തിലേറെയും നിറഞ്ഞു നിന്നത് ഞാൻ എന്ന വാക്ക്. താൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നേട്ടങ്ങൾ മാത്രമേ പാർട്ടിക്കുണ്ടായിട്ടുള്ളൂ എന്ന് കൂടെ നിന്ന് ചവിട്ടിയവരുടെ മുന്നിൽ സ്ഥാപിക്കലായിരുന്നു സുധാകരന്റെ ലക്ഷ്യം. അതിനൊന്ന് ഗർജിച്ചു നോക്കി. പക്ഷെ പുറത്തു വന്നത് രോദനമായിരുന്നു. അത്രയേറെ പരിഹാസനാക്കിയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് കെ സുധാകരനെയും UDF കൺവീനർ സ്ഥാനത്തു നിന്ന് MM ഹസനെ എടുത്ത് പുറത്തിട്ട് പുതിയ ഭാരവാഹികളെ ഹൈക്കമാൻഡ് കുടിയിരുത്തിയത്. KC വേണുഗോപാലും VD സതീശനും കുഴിച്ച വാരിക്കുഴിയിൽ അങ്ങനെ കണ്ണൂർ സിംഹവും കുടുങ്ങി. പിണറായി വിജയനെയും LDF സർക്കാരിനെയും താഴെ ഇറക്കിയിട്ടേ ഇനി മടക്കമുള്ളൂവെന്ന് ശപഥം ചെയ്ത സുധാകരന് ഇടം വല നിന്നവരുടെ തള്ളുപോലും താങ്ങാൻ ശേഷിയുണ്ടായില്ല. നിയമിച്ച ശേഷമാണ് ആരാണ് KPCC പ്രസിഡന്റ് എന്ന് താൻ അറിഞ്ഞതെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ നിയമന വാർത്ത വന്നപ്പോൾ സുധാകരൻ പറഞ്ഞത്. വിശ്വസ്തരെന്ന് കരുതിയവരെല്ലാം നിർണായക സമയത്ത് സുധാകരനെ തള്ളിപ്പറഞ്ഞു. കണ്ണൂർ സിംഹം എന്ന് പാടിപ്പുകടത്തിയ UDF മാധ്യമങ്ങളും സുധാകരനെ കൊണ്ട് LDFനെ നേരിടാനാകില്ലെന്ന് തുറന്നു പറഞ്ഞു. ആശ്വസിപ്പിക്കാൻ ആകെ ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയും K മുരളീധരനും അടക്കം ചുരുക്കം പേർ മാത്രം. ഐക്യമുണ്ടെന്ന് എപ്പോഴും വിളിച്ചു പറയേണ്ടതില്ല, അത് കാണിച്ചാൽ മതിയെന്നാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുരളീധരൻ പറഞ്ഞത്. ഒളിയമ്പും ട്രോളും പരിഹാസവും ഒക്കെയായി മുരളീധരൻ നടത്തിയ പ്രസംഗം വേണുഗോപാലിനെയും സതീശനെയും ലക്ഷ്യം വെച്ചായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കോൺഗ്രസിൽ അർഹമായ സ്ഥാനം കിട്ടുന്നില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷും പരസ്യമായി പരാതിപ്പെട്ടു. സ്ഥാനാരോഹണ ചടങ്ങിലെ നേതാക്കളുടെ തുറന്നു പറച്ചിലുകൾ കോൺഗ്രസിനുള്ളിൽ ഇനി വരാൻ പോകുന്ന വെടിയൊച്ചകൾക്കുള്ള തിരികൊളുത്തലാണ്.